ഇന്ത്യൻ ഫുട്ബോളിൻ്റെ ഒരു നെക്സ്റ്റ് സീസൺ, അതായത് 2024-25 ഒരു താൽക്കാലികമായിട്ടുള്ള ഒരു കലണ്ടർ ഇപ്പോൾ അത് പുറത്തുവിടുന്നത് മാർക്കസ് ആണ്. എക്സ് പ്ലാറ്റ്ഫോം വഴിയാണ് അത് പുറത്തേക്ക് വിടുന്നത്. അപ്പം ഇതെനിക്ക് ഒന്നൊരു ഡിസ്കസ് ചെയ്യേണ്ട ഒരു പോയിന്റ്സ് അതിനകത്തുണ്ട് എന്നുള്ള ഒരു കാര്യം തോന്നിയത് കൊണ്ടാണ് ഞാൻ ഈ ഒരു വീഡിയോ ചെയ്യാമെന്ന് തീരുമാനിച്ചത്. കാരണം പലപ്പോഴും ഈ ഒരു കലണ്ടേഴ്സ് ഒരു കൃത്യമായിട്ടുള്ളൊരു പ്ലാനിങ് നടത്താത്തത് കൊണ്ട് പലപ്പോഴും ഈ ഒരു ക്ലബ് മാച്ചസ്, അതായത് ലീഗ് മാച്ചസും നാഷണൽ ടീമിൻ്റെ മാച്ചസും ഒക്കെ തമ്മിലൊരു ക്ലാഷ്, പ്രത്യേകിച്ച് ഇപ്പോൾ ഏറ്റെടുത്ത് പറയുകയാണെങ്കിൽ ഇപ്പോൾ AFC ഏഷ്യൻ കപ്പുമായി ബന്ധപ്പെട്ട് തന്നെ നമുക്ക് അറിയാം ആ ഒരു ക്യാമ്പ് കുറഞ്ഞു പോയി, നമുക്ക് ഫ്രണ്ട്ലീസ് അവിടെ കിട്ടുന്നില്ല എന്നൊക്കെ ഉള്ളത് ചർച്ച വന്നതാണ്. അതിന് മുമ്പ് ഇപ്പം ഏഷ്യൻ ഗെയിംസിൻ്റെ ഒരു സമയത്ത് വന്നപ്പോഴൊക്കെ ഇങ്ങനത്തെയൊക്കെ ഇഷ്യൂസ് വന്നതാണ്. സോ അതൊരു ക്ലിയർ ചെയ്യാൻ തന്നെ ആയിരിക്കണം നേരത്തെ ഈ ഒരു കലണ്ടർ കാര്യങ്ങളിലൊക്കെ ഒരു തീരുമാനങ്ങളിലേക്ക് പോകുന്നത്. സോ കലണ്ടേഴ്സിലേക്ക് പോകുന്ന സമയത്ത് ഡുറൻ കപ്പ് സാധാരണ പോലെ തന്നെ ഒരു പ്രീ സീസൺ ടൂർണമെൻ്റ് ആയിട്ട് ജൂലൈ 26 മുതൽ ഓഗസ്റ്റ് 31 വരെ എന്നുള്ള രീതിയിലാണ് നടക്കുക. വെന്യൂ ഏതാണെന്ന് ഒരു തീരുമാനം എത്തിയിട്ടില്ല. പക്ഷേ എനിക്കൊന്ന് സാധാരണ പോലെ കൊൽക്കത്ത എന്തായാലും ഒരു വെന്യൂ ഉണ്ടാകും. അതിനോടൊപ്പം തന്നെ ഈ പറഞ്ഞ സമീപ സ്റ്റേറ്റ്സ് ഒക്കെ ആയിരിക്കും ഒരു വെന്യൂ ആയിട്ട് ഉണ്ടാകുക എന്നുള്ളതാണ്. പിന്നെ ഒരു ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ളൊരു ചേഞ്ച് വരുന്നത് സൂപ്പർ കപ്പിലാണ്. അതായത് സൂപ്പർ കപ്പ് സാധാരണഗതിയിൽ ടൂർണമെൻറ്റ് അല്ലെങ്കിൽ ഒരു ISL ഒക്കെ കഴിഞ്ഞതിന് ശേഷമാണ് നടക്കുക. ഇത്തവണ AFC ഏഷ്യൻ കപ്പിൻ്റെ ആ ഒരു ഗ്യാപ്പിലാണ് നടക്കുക. ഒരു വെന്യൂവിൽ വെച്ചിട്ട് നടക്കുമ്പോഴത്തേക്കും അല്ലെങ്കിൽ ഒരു സിറ്റിയിൽ വെച്ചൊക്കെ നടക്കുന്ന ഒരു സമയത്തുള്ള പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ അതിൻ്റെ ഒരു ഇമ്പോർട്ടൻസ്, പ്രത്യേകിച്ച് ഫാൻസ് എല്ലാ മാച്ചും കാണാൻ വരണമെന്ന് നിർബന്ധമില്ല. സോ ആ ഒരു ഹോം അവേ ഫോമാറ്റിലാത്തതുകൊണ്ട് ഒരു ഇൻട്രസ്റ്റിംഗ് അല്ലാത്ത തരത്തിലാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. അപ്പം ഇനി വരാൻ പോകുന്ന സീസൺ മുതൽ സൂപ്പർ കപ്പ് അങ്ങനെ ആവില്ല. 6 മാസം നീണ്ടു നിൽക്കുന്ന ഒരു ടൂർണമെൻറ്റ് ഒരു എന്ന നിലയിലായിരിക്കും നടക്കുക എന്നുള്ളതാണ് ഏറ്റവും ഇൻട്രസ്റ്റിംഗ് ഫാക്ട്. അതും ഒക്ടോബർ 1-ാം തീയതി മുതൽ ഒരു സ്റ്റാർട്ട് ചെയ്യും എന്നുള്ളതാണ്. മറ്റൊരു ഇൻട്രസ്റ്റിംഗ് ഫാക്ട് എന്ന് വെച്ച് കഴിഞ്ഞാൽ ISL ഒക്ടോബർ 25-ാം തീയതി സ്റ്റാർട്ട് ചെയ്തുള്ളത്. അല്ലെ അതിന് മുന്നേ തന്നെ സൂപ്പർ കപ്പ് സ്റ്റാർട്ട് ചെയ്യും എന്നുള്ളത് വേണം മനസ്സിലാക്കാൻ. ഒക്ടോബർ 25-ന് സ്റ്റാർട്ട് ചെയ്ത് ഏപ്രിൽ 30 വരെ ഉള്ളൊരു രീതിയിലായിരിക്കും അടുത്ത വർഷത്തെ ISL നടക്കാൻ പോകുക. അതായത് IPL ഒക്കെ ആയിട്ട് അടുത്ത വർഷവും ഒരു ക്ലാഷ് ഉണ്ടാകും എന്നുള്ളതാണ്. സോ മറ്റൊരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ എല്ലാവരും ചിന്തിക്കുന്നൊരു കാര്യമാണ്, എന്താണ് ഇത്രയും ലേറ്റായിട്ട് ISL സ്റ്റാർട്ട് ചെയ്യാൻ പോകുന്നത് എന്നുള്ളത്. കാരണം ഇത്തവണയൊക്കെ നോക്കി കഴിഞ്ഞാൽ സെപ്റ്റംബർ 20 സംതിങ് ഒക്കെ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. ഇപ്പം ഇത്ര ഒക്ടോബർ 25 വരെയുള്ളത് പോകുന്നത് എന്താണ് എന്നുള്ളത് ഐ തിങ്ക് ഈ ഒരു ഫിഫ കലണ്ടേഴ്സുമായിട്ട് ബന്ധപ്പെട്ടാണ്. കാരണം ഇന്ത്യ വേൾഡ് കപ്പ് ക്വാളിഫയേഴ്സിൻ്റെ 3rd റൗണ്ടിലേക്ക് കടന്നു കഴിഞ്ഞാൽ അവിടെ ഇന്ത്യക്ക് ഇപ്പം സെപ്റ്റംബർ 2 to 10 അല്ലെങ്കിൽ ഒക്ടോബർ 7 to 5 ആ ഒരു കാലയളവിലൊക്കെ മാച്ചസ് വരുന്നുണ്ട്. സോ ആ ഒരു ക്യാമ്പും കാര്യങ്ങളുമൊക്കെ ഒരു ലക്ഷ്യം കണ്ടിട്ടായിരിക്കണം ആ ഒരു ടൈമിങ് മനസ്സിലാക്കിയിട്ട് ഈ പറഞ്ഞ ഒക്ടോബർ അവസാന വാരം ISL തുടങ്ങുക എന്നുള്ള രീതിയിലേക്ക് എത്തുന്നത്. പിന്നെ നവംബറിൽ മാച്ച് വരുന്നുണ്ട്. പിന്നെ അത് മാത്രം അഡ്ജസ്റ്റ് ചെയ്താൽ മതിയല്ലോ. പിന്നെ മാർച്ച് വരെ മാച്ചസ് ഇല്ല. സോ കൃത്യമായിട്ട് അവർക്ക് ഫിക്ചേഴ്സും കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്യാൻ കഴിയുമെന്നുള്ളത്. പിന്നെ ലീഗ് ഒക്ടോബർ 19 മുതൽ ഏപ്രിൽ 30 വരെ നീണ്ടു നിൽക്കുന്ന ഒരു ലീഗ് ആയിരിക്കും. അതുപോലെ IWലും സെയിം ഈ ഒരു ലോങ് ലീഗ് എന്ന നിലയിൽ ഒക്ടോബർ 19 മുതൽ ഏപ്രിൽ 30 വരെ എന്നുള്ളതാണ്. എന്തായാലും അത് നല്ലൊരു കാര്യം തന്നെയാണ്. പിന്നെ സന്തോഷ് ട്രോഫിയുടെ ഫൈനൽ റൗണ്ട് മത്സരങ്ങൾ നടക്കുന്നത് ഡിസംബർ 1 മുതൽ 15 വരെ എന്നുള്ളൊരു കാലയളവിലാണ്. സോ ഇതൊക്കെയാണ് ഇതിലേറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം. അതിലും ഇൻട്രസ്റ്റിംഗ് ആണ്. കാരണം നാഷണൽ ടീം മാച്ചസിൻ്റെയും കൂടി ഒരു പരിഗണന കൊടുത്തുകൊണ്ടുള്ള ഒരു കലണ്ടറാണ് ഇത് എന്നുള്ളതാണ്. ഇതൊരു താൽക്കാലികമായിട്ടുള്ള കലണ്ടറാണ്. ചെറിയ ചേഞ്ചസ് ഒക്കെ ഒരു ഡേറ്റ്സിൻ്റെ കാര്യത്തിലൊക്കെ വരാനുള്ള സാധ്യതകൾ ഇനിയും ഉണ്ട് എന്നുള്ളതാണ്. സോ ദാറ്റ്സ് ഇറ്റ് ഗൈസ്. അപ്പം ഇതൊക്കെയാണ് പറയാനുള്ളത്. അപ്പോൾ നിങ്ങൾ ഒപ്പിനിയൻസ് ഉറപ്പായും കമ്പോസ് ചെയ്യാൻ പറ്റുമോ കാണിക്കും. ഞാൻ സൈനിങ് ഓഫ്.